അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം ആയത്തുൽ കുർസി ഭാഗം 10. ഉന്നതനും മഹാനുമായ അല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഹുവൽ അലിയുൽ അലീം. വഹുവ അവനാണ്, അൽ അലിയ് ഉന്നതൻ, അൽ അലീം മഹാനും. ആയത്തുൽ കുർസി അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് വഹുവൽ അലിയുൽ അലീം എന്നാണ്. വഹുവ എന്ന പ്രയോഗം അവൻ മാത്രമാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അവൻ മാത്രമാണ് അലിയ്, പദവിയിൽ അത്യുന്നതൻ. ഭൗതികമായ ഉയരമല്ല, സ്പേഷ്യൽ ഹൈറ്റല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധികാരത്തിലെ ഉയരം, മഹത്വത്തിലെ പദവിയിലെ ഔന്നത്യം, സൃഷ്ടികൾ സങ്കൽപ്പിക്കുന്നതിലും അപ്പുറമുള്ള ഔന്നത്യമാണ് അള്ളാഹുവിന് ഉള്ളത്. താൻ ഉന്നതനാണ് എന്ന് കരുതിയ പലരും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്നുമുണ്ട്. അവർ പലരെയും ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ അവരെ പലരും ഭയപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അവരിൽ മുൻകാലത്തുള്ളവരെല്ലാം ഇല്ലാതായി. ഇന്നുള്ളവരെല്ലാം ഇല്ലാതാവുകയും ചെയ്യും. എല്ലാം അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. കാരണം ഒന്നിൻ്റെയും ഉടമകൾ അവരായിരുന്നില്ല. അവരതിൻ്റെ കൈകാര്യകർത്താക്കൾ മാത്രമായിരുന്നു. സ്ഥാനമാനങ്ങളിലും അധികാരങ്ങളിലും എല്ലാം ഉന്നതൻ അള്ളാഹു മാത്രമാണ്. ഒരു മാറ്റവും ഉണ്ടാകാത്ത അള്ളാഹു, ഒരു മയക്കവും സംഭവിക്കാത്ത അള്ളാഹു, നാശമില്ലാത്ത അള്ളാഹു, എല്ലാം തികഞ്ഞ അറിവുള്ള അള്ളാഹു, തളർച്ചയോ ഉറക്കമോ മയക്കുമോ ബാധിക്കാത്ത അള്ളാഹു, എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായ അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ ഒലുവിനെ, ഔന്നത്യത്തെയാണ് അലിയ് എന്ന പദം സൂചിപ്പിക്കുന്നത്. അലീം എന്നാൽ മഹാനായവൻ എന്നാണ്. അള്ളാഹുവിൻ്റെ എസൻസ് അഥവാ സത്തയെ ഗ്രഹിക്കാൻ ലോകത്ത് ഒരു മനുഷ്യനുമാവില്ല. പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികളുടെ ശക്തി പോലും അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ല. അവൻ മഹത്വത്തിൽ പൂർണ്ണനായവനാണ്, ഗാംഭീര്യത്തിൽ തുല്യതയില്ലാത്തവനാണ്. ആകാശഭൂമികളുടെ പരിപാലനത്തെക്കുറിച്ചും അതിനെ പരിപാലിക്കുന്നത് അള്ളാഹുവിനൊട്ടും ക്ലേശകരമല്ല എന്നതിനെക്കുറിച്ചുമാണ് തൊട്ടു മുമ്പ് സൂചിപ്പിച്ചത്. ഇവിടെ അള്ളാഹു അലിയും അലീമുമാണ് എന്ന് പറയുന്നതിന് ആ പറഞ്ഞതുമായി ബന്ധമുണ്ട്. ആകാശഭൂമികളെ പരിപാലിക്കാൻ അലിയായ അലീമായ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത്യുന്നതനും മഹാനുമായ അള്ളാഹുവിന് മാത്രമേ അത് സാധ്യമാകൂ. മറ്റാർക്കും അത് കഴിയില്ല. ഒരു വിശ്വാസിക്ക് അള്ളാഹു അലിയാണ് അലീമാണ് എന്നത് നൽകേണ്ട വല്ലാത്തൊരു ബോധമുണ്ട്. അത്യുന്നതനായ റബ്ബാണ് എൻ്റെ റബ്ബ്, അതിനാൽ എനിക്ക് മറ്റൊന്നും പേടിക്കേണ്ടതില്ല. സകല അധികാരങ്ങളും അവനാണ്, മഹത്വവും അവനാണ്, അലീമാണവൻ. അതിനാൽ എനിക്ക് എല്ലാ കരുത്തും ശക്തിയും അവനിലൂടെ ലഭിക്കും. അള്ളാഹു അത്യുന്നതനാണ്, ഞാൻ ഏറെ നിസ്സാരനാണ്. അള്ളാഹു എല്ലാറ്റിനും മുകളിൽ ഉയർന്നവനാണ്. അള്ളാഹു എല്ലാറ്റിനേക്കാളും മഹത്വമുള്ളവനാണ്, ശക്തിമാനാണ്. അതിനാൽ ആ അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴ്വണങ്ങിയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന ഉയർന്ന ബോധവും ഈ ഭാഗം വിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിത്യജീവത്തായ അസ്തിത്വത്തെക്കുറിച്ചും അവൻ്റെ പരിപാലനത്തെക്കുറിച്ചും പറഞ്ഞാണ് ആയത്തുൽ കുർസി ആരംഭിച്ചത്. പിന്നീട് അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ചും അവൻ്റെ അധികാരത്തെക്കുറിച്ചും കൃത്യമായി ബോധ്യപ്പെടുത്തി. അവൻ്റെ ഔന്നിത്യത്തെയും മഹത്വത്തെയും ഉദ്ഘോഷിച്ചാണ് ആയത്തുൽ കുർസി അവസാനിക്കുന്നത്. എല്ലാ ഗുണവിശേഷണങ്ങളുടെയും പൂർണ്ണ രൂപമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവന് കീഴ്വണങ്ങി ജീവിക്കുന്നിടത്താണ് ജീവിത വിജയമുള്ളത്. അതിനാൽ ഏക ഇലാഹായ അള്ളാഹുവിനെ, ഹയ്യും ഖയ്യൂമുമായ അള്ളാഹുവിനെ, സിനത്തോ നൗമോ ബാധിക്കാത്ത അള്ളാഹുവിനെ, ആകാശഭൂമികളുടെ അധിപതിയായ അള്ളാഹുവിനെ, അനുമതിയില്ലാതെ ആരും ശുപാർശ നടത്താൻ പോലും ധൈര്യപ്പെടാത്ത അള്ളാഹുവിനെ, എല്ലാം അറിയുന്ന അള്ളാഹുവിനെ, ആകാശഭൂമികളിലും എല്ലായിടത്തും അധികാരം വാഴുന്ന അള്ളാഹുവിനെ, അലിയായ അലീമായ അള്ളാഹുവിനെ,
അടുത്തറിയാൻ ഈ സൂക്തത്തിൻ്റെ സൂക്ഷ്മ പഠനത്തിലൂടെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ.